പഴയ നിയമ തിരുവഴുത്തുകൾ, എല്ലാ തിരുവഴുത്തും ദൈവാശ്വാസ്യമാകുന്നു എന്ന് പോൾ പറയുമ്പോൾ നിശ്ചയമായിട്ടും പുതിയ നിയമ തിരുവഴുത്തുകളിൽ പല വേദഭാഗങ്ങളും എഴുതപ്പെടാത്ത ഒരു സമയത്താണ് പൗലോസ് അത് പറഞ്ഞത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ ആ സമയത്ത് പോള് തിരുവഴുത്തുകളെക്കുറിച്ച് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് തിരുവഴുത്തുകൾ തന്നിരിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ പഴയ നിയമ തിരുവഴുത്തുകളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, തിരുവഴുത്തുകളാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ഥിരതയും ആശ്വാസവും. അപ്പോഴും പോള് റെഫർ ചെയ്യുന്നത് പഴയ നിയമ തിരുവഴുത്തുകളെക്കുറിച്ചാണ്. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇതൊക്കെയും അവർക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമ്മുടെ, ബാക്കി പറയാം, ബുദ്ധി ഉപദേശത്തിനായി. അപ്പോൾ തിരുവഴുത്തുകളെ മുഴുവനായി നാം മനസ്സിലാക്കണം. എന്നാൽ നിശ്ചയമായിട്ടും പുതിയ നിയമ തിരുവഴുത്തുകൾ, വിശേഷിച്ച് ലേഖനങ്ങൾ, സുവിശേഷങ്ങളാണ് ദൈവസഭയുടെ ആധാരശില എന്നുള്ളത് നിലനിൽക്കുമ്പോൾ തന്നെ പഴയ നിയമ തിരുവഴുത്തുകൾ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ടും നമ്മുടെ മെച്യൂരിറ്റിക്കായിട്ടും സ്പിരിച്വൽ മെച്യൂരിറ്റിക്ക് വേണ്ടിയും തന്നിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുമ്പോൾ ആ നിലയിൽ തിരുവഴുത്തുകളെ കാണുവാൻ, മനസ്സിലാക്കുവാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ പഴയ നിയമ തിരുവഴുത്തുകളെ ഒരു ക്രൈസ്റ്റ് സെൻറ്റേർഡ് ഫോക്കസിൽ നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും തിരുവഴുത്തുകൾ നമ്മുടെ ഗുണീകരണത്തിനും ആശ്വാസത്തിനും നമ്മുടെ ബിൽഡിംഗ് അപ്പിനും ആത്മീയ വർധനവിനും തിരുവഴുത്തുകൾ ഉതകും എന്നുള്ള ഒരു വലിയ ബോധ്യം എനിക്കുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ കൊച്ചു സമയത്ത് ഇതെല്ലാം ഡീൽ ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാം വായിക്കാത്തത്. എങ്കിലും ഞാൻ ഈ ദിവസങ്ങളിൽ പ്രഭാതത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗം ശമൂവേലിൻ്റെ പുസ്തകങ്ങളാണ്. ചില ദിവസങ്ങൾക്ക് മുൻപ് ശമൂവേലിൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായം ഞാൻ പ്രഭാതത്തിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തോട് വളരെ ശക്തമായി ഇടപെട്ട ഒരു സന്ദേശം നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിശ്ചയമായിട്ടും കുറച്ചു കാലത്തേക്ക് ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, നിശ്ചയമായിട്ടും ദൈവസഭയ്ക്കുള്ള ദൂത് നിങ്ങളുടെ കർത്താവിൻ്റെയും നിങ്ങളുടെയും ദാസനാകുന്ന എൻ്റെ പക്കൽ ദൈവം ഏൽപ്പിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. So this is a message, and every message is a message first of all to me and then to you all. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല വേദപുസ്തകം വായിക്കുന്നത്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ബൈബിൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ when God speaks to me and then God entrusts that message to convey to you. So that is my responsibility. If I fail in that, I will have to give an account. അതുകൊണ്ട് ഈ പകൽ സമയം സാമുവേലിൻ്റെ പുസ്തകം, 1 Samuel chapter 28, ആ വേദഭാഗം മുഴുവൻ ഓരോ വാക്യങ്ങൾ എടുത്ത് വിശദമാക്കാൻ നമുക്ക് സമയമില്ല. How many of you have read 1 Samuel chapter 28 recently or some time ago? Please raise your hands. Almost all of you. Okay, thank you. So I assume you are familiar with the narrative. Okay, can I assume that? Children,
Can I assume? You know the story. You know the narrative. Okay. Now, the message titled today is When God is Silent. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന, നിങ്ങൾക്കറിയാം ഞാൻ മെസ്സേജിൻ്റെ ടൈറ്റിൽ പറഞ്ഞൊന്നും അങ്ങനെ ചെയ്യാറില്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 28-ാം സങ്കീർത്തനം മുഴുവനായതുകൊണ്ട്, 28-ാം അധ്യായം ഫസ്റ്റ് സാമുവേൽ 28 മുഴുവനായതുകൊണ്ട് ആ പ്രധാന മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കാൻ വേണ്ടി ഒരു സെൻറ്റൻസിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെൻ ഗോഡ് ഈസ് സൈലൻറ്റ്. ദൈവം നിശബ്ദനാകുമ്പോൾ. എന്താണ് ദൈവത്തിൻ്റെ നിശബ്ദത? എപ്പോഴാണ് ദൈവം നിശബ്ദനാകുന്നത്? ദൈവം നിശബ്ദനാകുമ്പോൾ ദൈവമക്കളുടെ റെസ്പോൺസ് എന്തായിരിക്കണം? വളരെ പെട്ടെന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോവുകയാണ്. Why in the first place God is silent? In this instance, we are going to look into that. ഈ 28-ാമത്തെ അധ്യായം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നമുക്കത് മുഴുവൻ വായിക്കാൻ സമയമില്ല, എങ്കിലും എനിക്ക് തോന്നുന്നത് ഒന്ന് വായിച്ചേക്കാം അല്ലേ? ആരെങ്കിലും പെട്ടെന്നൊന്ന് വായിക്കാം. എല്ലാവരും വേദഭാഗം ഒന്ന് തുറക്കുക. മേ ബി 2 or 3 minutes നമുക്കതിനു വേണ്ടി ഒന്ന്, കാരണം റീഡിങ് ഓഫ് ദ സ്ക്രിപ്ചർ വളരെ ഇമ്പോർട്ടൻറ്റ്. വായിച്ചോളൂ. ആ കാലത്ത് ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടവെട്ടേണ്ടതിന് തങ്ങളുടെ സേനകളെ ഒന്നിച്ചു കൂട്ടി. അപ്പോൾ ആഖീഷ് ദാവീദിനോട്, നീയും നിന്റെ ആളുകളും എന്നോടുകൂടെ യുദ്ധത്തിന് പോരേണമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറെ ദാവീദ് ആഖീഷിനോട്, അടിയൻ എന്തു ചെയ്യുമെന്ന് നീ കണ്ടറിയുമെന്ന് പറഞ്ഞു. ആഖീഷ് ദാവീദിനോട്, അതുകൊണ്ട് ഞാൻ നിന്നെ എപ്പോഴും എൻ്റെ മെയ്ക്കാവലാക്കുമെന്ന് പറഞ്ഞു. ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്യാം. ഫസ്റ്റ് സാമുവേൽ ഞാൻ അനവധി തവണ കടന്നു പോയിട്ടുള്ള ഒരു വേദഭാഗം. എങ്കിലും ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ ഐ ഓൾവേസ് റീഡ് ഗോഡ്സ് വേർഡ് വിത്ത് എ ക്യൂരിയോസിറ്റി. ഞാൻ ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ ഈ കാർട്ടൂൺ കാണുന്ന ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ദൈവവചനം വായിക്കുമ്പോൾ വേണമെന്ന് ഞാൻ ഓർക്കാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ചില കുഞ്ഞുങ്ങളിരുന്ന് കാർട്ടൂൺ കാണുന്നപ്പോൾ, ഇപ്പോഴത്തെ എനിക്കറിയാം, ഇപ്പോഴത്തേക്ക് വിയേർഡായിട്ടുള്ള കാർട്ടൂണാണ്. എന്നാൽ ആ കാർട്ടൂൺ നമ്മൾ കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാകത്തുമില്ല. അതാ അതിലൊക്കെ രസം, അവർക്ക് മാത്രം മനസ്സിലാവും. എനിവേ, അത് തന്നെ അവർ 10 പ്രാവശ്യം അവരെ കാണിച്ചാലും ചില കുഞ്ഞുങ്ങളിരിക്കുന്ന എങ്ങനെ പറയും, ആദ്യമായിട്ട് കാണുന്നു, അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പോലും പറ്റുകയില്ല. സോ ക്യൂരിയസ് ദേ ആർ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ ഒരു ക്യൂരിയോസിറ്റി ദൈവവചനം വായിക്കുമ്പം എനിക്കും വേണമെന്ന് ഞാൻ ഓർക്കാറുണ്ട്. അപ്പം മിക്കവാറും സമയങ്ങളിൽ ആ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടെ ആ ദൈവവചനം വായിക്കുക. അപ്പം നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 27-ാമത്തെ അധ്യായത്തിൽ ഈ ലേഖകൻ അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതിയ ദൈവം ഉപയോഗിച്ച വ്യക്തി വളരെ മനോഹരമായിട്ട് നരേറ്റ് ചെയ്ത് വരികയാണ്. എന്താണ് ആ നരേഷൻ? 27-ാമത്തെ അധ്യായം നമ്മൾ വായിക്കണ്ട, ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞങ്ങ് മുമ്പോട്ട് പോകാം. ദാവീദിൻ്റെ സ്റ്റോറിയാണ് പറഞ്ഞു വരുന്നത്. സാമുവേലിൻ്റെ ഫസ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ പിന്നെ ഒരു 15-ാമത്തെ അധ്യായം കഴിഞ്ഞാൽ പിന്നെ മെയിൻ ക്യാരക്ടേഴ്സ് സോൾ ആൻഡ് ഡേവിഡാണ്. ഓഫ് കോഴ്സ് ദാവീദും ഗോലിയാത്തും ഒക്കെ ഉണ്ട്, ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. എന്നാൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് ദാവീദും ശൗലുമാണ്. അപ്പോൾ 27-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് ഒരു ദിവസം പറഞ്ഞു, ഞാൻ ശൗലിൻ്റെ കയ്യാൽ മരിക്കുകയുള്ളൂ. അങ്ങ് വളരെ ഡെസ്പെറേറ്റായി. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ പോയി ഫെലിസ്ത്യരുടെ ദേശത്ത് പാർക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ നമുക്കറിയാം, അവിടെ ചെന്ന് ദാവീദ് ചെയ്ത കണ്ണിങ്നെസ്സൊക്കെ അറിയാം. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് സ്പിരിച്വൽ ട്രൂത്താണ് കേട്ടോ.
ദൈവമക്കൾ ലോകത്തിലോട്ട് പോയാൽ യു വിൽ ലേൺ വേൾഡ്സ് വേസ്. നമ്മൾ ലോകത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ അത് പഠിക്കാൻ തുടങ്ങും, അവരുടെ കണ്ണിങ്നെസ്സും. കാരണം നമുക്കറിയാം ആഖീഷിനോട് ദാവീദ് വന്ന് പറയുന്ന കള്ളങ്ങളൊക്കെയാണ്. ദൈവവചനത്തിൻ്റെ ആ പരിശുദ്ധി അവിടെയാണ് ഞാൻ കാണുന്നത്. ദൈവവചനത്തിലെ ക്യാരക്ടേഴ്സിനെ ഒന്നും വെള്ള പൂശാനൊന്നും പരിശുദ്ധാത്മാവ് ശ്രമിച്ചിട്ടില്ല. ആ സിറ്റീസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, ഇവരൊന്നും അനുഗമിക്കാൻ കൊള്ളാവുന്ന മാതൃകയൊന്നുമല്ല. നാട്ടിലൊക്കെ ചിലർക്ക് വലിയൊരു കാര്യമുണ്ട്, ഒരു സങ്കീർത്തനം വായിച്ചില്ലേ ഭയങ്കര വിഷയമാണ്. ഒരു ആവറേജ് സഭായോഗത്തിൽ ദാവീദ് വരാത്തൊരു സങ്കീർത്തനം, ഒരു സഭായോഗം കേരളക്കരയിലില്ല. സാധാരണ കർത്താവ് കാണത്തില്ല, പക്ഷേ ദാവീദ് ഉണ്ടായിരിക്കും. കാരണം എളുപ്പമല്ലേ ഒരു സങ്കീർത്തനം വായിച്ച്. എളുപ്പമൊന്നുമല്ല സങ്കീർത്തനം വായിച്ച് കർത്താവ് പറയുന്ന മെസ്സേജ് പറയാൻ എളുപ്പമൊന്നുമല്ല. അത് എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ സ്റ്റോറി പറയാൻ എളുപ്പമാണ്, കേൾക്കാനും ഇഷ്ടമാണ്. കാരണം എന്നാ, നിൻ്റെ ശത്രുവിനെ അടിച്ച് തകർക്കും, അവൻ ഒരു വഴിയായി വരും, 4 വഴിയായിട്ട്. ഇതൊക്കെ കേൾക്കാനങ്ങ് ഭയങ്കര ഉത്സാഹമാണ്. കാരണം അതിര് തർക്കം കഴിഞ്ഞേച്ച് വഴക്കുണ്ടാക്കിയേച്ച് വന്നിരിക്കുന്ന പുള്ളികളാണ് പലരും ഇതിനകത്ത്. ഇവിടെ ഇല്ലല്ലോ, അതോർത്ത് സ്തോത്രം. നാട്ടിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, തിരുവഴുത്തുകൾ എന്തിനാ തന്നിരിക്കുന്നത്? അവർക്കെന്നോ പറ്റിയെന്ന് പറഞ്ഞിട്ട് ബുദ്ധി ഉപദേശിക്കുക. അവോയ്ഡ് ദാറ്റ്, അവോയ്ഡ്. അപ്പോൾ ദാവീദിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത്, യു ക്യാൻ ഗെറ്റ് അവേ വിത്ത് അവർ സിൻസ് എന്നല്ല വരേണ്ടത്. വാട്ട് എ പ്രൈസ് ഹി പെയ്ഡ് ഫോർ ഹിസ് സിൻസ്, അതാ മനസ്സിൽ വരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നമ്മുടെ പോരായ്മകൾ കൊണ്ട് രക്ഷപ്പെടാമെന്നുള്ളൊരു ചിന്തയല്ല വരേണ്ടത്. ലോർഡ്, വാട്ട് ഹാസ് ഹാപ്പൻഡ് ടു ഹിം, സേവ് മീ ഫ്രം ദാറ്റ്. ആ ഒരു മനോഭാവത്തോടെ പഴയ നിയമത്തെ നമ്മൾ കാണണം. ഓക്കെ, നമുക്കറിയാം. സോ ബിക്കോസ് ഓഫ് ഹിസ് കണ്ണിങ്നെസ് he put himself in a tight situation, and now that situation is collapsing on David. അതാ നമ്മൾ 28-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. ദാവീദ് എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞിട്ടൊന്നുമല്ല ഫിലിസ്ത്യരുടെ ദേശത്ത് പോയി പാർത്തത്. ഇവിടെ കർത്താവ് പറഞ്ഞിട്ടൊന്നുമല്ല. ആ ദാവീദിൻ്റെ തന്നെ റീസണിങ്ങിൽ ഫിലിസ്ത്യരുടെ ദേശത്ത് പോയി പാർത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വഴി പതുക്കെ പ്രയോഗിക്കാൻ തുടങ്ങി. ഒടുവിൽ ആ കണ്ണിങ്നെസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മേൽ തന്നെ കൊളാപ്സ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എവിടെ, ഏതൊരു ടൈറ്റ് സിറ്റുവേഷനിലാണ് ദാവീദ് അയക്കുന്നത്. ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ ഫിലിസ്ത്യ പ്രഭുക്കന്മാരിൽ കൂടെ ഇല്ലായിരുന്നെങ്കിൽ വി ഡോണ്ട് നോ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ്. എന്നോ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അവിടെ അത്രയും കാര്യം അങ്ങോട്ട് പറഞ്ഞു നിർത്തിയേച്ച് നമ്മളെ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ ആക്കിയിട്ട് ആ ഹോളി നറേറ്റീവിൽ അടുത്ത വിഷയം അങ്ങ് തുടങ്ങുക. നമ്മൾ ആകാംക്ഷയോടെ ഒരു ഫുട്ബോൾ മാച്ച്, എനിക്കിഷ്ടമുള്ളൊരു കഴിഞ്ഞത് ഞാനോട് പറഞ്ഞു, നിങ്ങൾക്ക് ക്രിക്കറ്റ് ആയിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ബ്രോഡ്കാസ്റ്റ് നിർത്തുന്നു, ബ്രേക്കിംഗ് ന്യൂസ്. ഏകദേശം അതിന് തുല്യമാകുന്നൊരു കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. വൈ? ബിക്കോസ് ദിസ് നറേറ്റീവ് ഈസ് സോ വെരി ഇമ്പോർട്ടൻറ്റ്. The Holy Spirit has to record this first to continue with the story. അപ്പോൾ അടുത്ത് പറയാൻ പോകുന്ന വിഷയം പറയുന്നതിന് മുൻപേ
ഈ പറയുന്ന വിഷയം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് ആ ദാവീദിൻ്റെ നരേഷൻ, ദാവീദിനെ കുറിച്ചുള്ള നരേഷൻ അവിടെ നിർത്തിയിട്ട് ശൗലിനെ കുറിച്ച് ആരംഭിക്കുക. Now, ഇവിടെ ഇനിയും ആ ഭാഗം മുഴുവൻ ഒന്ന് വായിച്ചോളൂ. എന്നാൽ ശമൂവേൽ മരിച്ചു പോയിരുന്നു. ഇസ്രായേലെല്ലാം അവനെക്കുറിച്ച് വിലപിച്ച് അവന്റെ സ്വന്തം പട്ടണമായ രാമായിൽ അവനെ അടക്കം ചെയ്തിരുന്നു. ശൗലോ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തു നിന്ന് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഫെലിസ്ത്യർ ഒന്നിച്ചുകൂടി ശൂനേമിൽ പാളയമിറങ്ങി. ശൗലും ഒരു നിമിഷം അവിടെ നിർത്തുക, പെട്ടെന്ന് നമുക്ക് പോകാം. 3 കാര്യങ്ങളാണ് ഈ സംഭവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനായിട്ട് പരിശുദ്ധാത്മാവോട് പറയുന്നത്. ഒന്ന്, ശമൂവേലിൻ്റെ മരണം. ശമൂവേൽ മരിച്ചു പോയിരുന്നു. ഓക്കെ, ആ ശമൂവേലിൻ്റെ മരണം ഇനിയും പറയാൻ പോകുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെടാൻ പോകുക. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവിടെ ആരംഭിക്കുന്നത്. ശമൂവേൽ മരിച്ചെന്ന് നമ്മൾ വായിക്കുന്നത് 25-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. ഓക്കെ, ഐ അസ്യൂം യു ഓൾ നോ ദ സ്റ്റോറി. ഓക്കെ, 25-ാമത്തെ അധ്യായത്തിൽ ഉള്ള ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഇവിടെ കൊണ്ടുവരിക. ഒന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ആസ് എ ഫ്ലാഷ് ബാക്ക്, Holy Spirit records the death of Samuel, because that information is very important to the narrative he is about to record. പറയാൻ പോകുന്ന വിഷയവുമായിട്ട് ശമൂവേലിൻ്റെ മരണം വളരെ ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് പറഞ്ഞു. ഓക്കെ, രണ്ടാമതായിട്ട് ആ 3-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ശൗലിൻ്റെ ഒരു നല്ല കാര്യത്തെക്കുറിച്ച് പറയുക. ശൗല് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ചെയ്തു. എന്താണ്? വെളിച്ചപ്പാടത്തികളെയും മന്ത്രവാദികളെയും വെളിച്ചപ്പാടത്തികളെയും എന്ത് ചെയ്തു? വെളിച്ചപ്പാടന്മാരെയും ദേശത്ത് നിന്ന് നീക്കിക്കളഞ്ഞിരുന്നു. ഹി ഡിഡ് വെൽ. കാരണം ഈ വേദഭാഗങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തോ, വായിക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 18 9-22, ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9 മുതൽ 22 വരെയുള്ള വേദഭാഗത്ത് ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുത്തു യാഹുവേ മോശയിൽ കൂടെ എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശൗൽ എത്ര തീഷ്ണതയോടെ ചെയ്തു. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്, ഓർത്തിരുന്നോണം. നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ആപ്ലിക്കേഷനിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഓർത്തിരുന്നോണം. ഭയങ്കര തീഷ്ണതയോടെ ചെയ്തു. നല്ല കാര്യം, നല്ല കാര്യം. അതങ്ങനെ തന്നെയാണ് വേദപുസ്തകം റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, 3-ാമത്തെ വിഷയം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഫെലിസ്ത്യർ, വായിച്ചു, ഫെലിസ്ത്യർ ഒന്നിച്ചുകൂടി ശൂനേമിൽ പാളയമിറങ്ങി. Now the Holy Spirit says Saul had something terrible to worry about. Look that beautiful narrative. എത്ര മനോഹരമായിട്ട് അത് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം, ശൗലിന് ഒരു വലിയ ഭീകരമാകുന്ന, വളരെ ഭയാനകമാകുന്ന ഒരവസ്ഥ താൻ ഫേസ് ചെയ്യുക. So what he has to do, the first step and the proper step, of course, is to ask direction from Yahweh. പ്രോപ്പറായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ്, എല്ലാവരും കേട്ടെ, ആരും കണ്ണടച്ചിരിക്കണ്ട. ലുക്ക് അറ്റ് മീ. ഓർക്കം വരുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പോൾ ഉറങ്ങിയാൽ പൗലോസ് ഇവിടെ. ഓക്കെ,
നിങ്ങൾ പറയും പൗലോസിൻ്റെ കർത്താവുണ്ടല്ലോ. ഉണ്ട്. ഓക്കെ, പലർക്കും അതെന്നാ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. വീട്ടിൽ പോയി പിന്നീട് വായിച്ചാൽ മതി. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് യഹോവയോട് ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ഇവിടെ പ്രശ്നം 6-ാം വാക്യം വായിച്ചു. ശൗൽ യഹോവയോട് ചോദിച്ചാറേ, യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ? The trouble is God is silent. ചിന്തിക്കണം, ഒരു വലിയ അത്യാഹിതത്തിൽ നിൽക്കുക. And God is silent. ദൈവമക്കളെ, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സന്ദേശമാണ്. So what he does? Now he turned to what he has rightly prohibited. Okay? ഇപ്പോൾ ശൗൽ എന്നാ ചെയ്യുന്നത്? ഏത് കാര്യം ദേശത്ത് നിന്ന് നീക്കിക്കളഞ്ഞോ, and he did right, and now he turns back to that. It is such a fearful thing for anybody to happen. ഒരു കാലത്ത് ഏറ്റവും നമ്മൾ ഭയപ്പെട്ടിരുന്ന, ഏറ്റവും വെറുത്തിരുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ അഭയത്തിനായിട്ട് പോകേണ്ടി വരിക എന്നുള്ള ആ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്. Such a terrible thing. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? അടുത്ത വാക്യം വളരെ ഇൻട്രസ്റ്റിംഗ്. വായിച്ചോ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പീൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അവന്റെ ഭൃത്യന്മാർ അവനോട്, എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യണം. ശൗൽ ആദ്യം എന്താ ചെയ്തത്? ഇവരെ നീക്കിക്കളഞ്ഞ അല്ലേ? പക്ഷേ ഇമ്മീഡിയറ്റ്ലി ശൗലിൻ്റെ ഭൃത്യന്മാർ പറയുക, എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ട്. ഇതെപ്പോഴാണ് സംഭവിച്ച് കാണാൻ സാധ്യതയുള്ളൊരു കാര്യം ഞാൻ പറയാം. ലിസൺ നൗ. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ദൈവം ഏൽപ്പിച്ച പണി വിട്ടേച്ച് വേറൊരുത്തൻ്റെ പുറകെയായിരുന്നു. വല്ലതും മനസ്സിലായോ? എന്തായിരുന്നു ദൈവം ഏൽപ്പിച്ച പണി? ദൈവം ഏൽപ്പിച്ച പണി ജനത്തെ നയിക്കാനായിരുന്നു. ഇപ്പം എന്നാ പണി? വേറൊരുത്തൻ വരുന്നുണ്ടെ അവനെ അടിച്ച് തകർക്കണം. അതിനുവേണ്ടി ഇസ്രായേലിൻ്റെ സകല റിസോഴ്സസും അങ്ങ് ചാനൽ ചെയ്തേക്കുക. മനസ്സിലായോ? ഇറ്റ് ഈസ് സച്ച് എ ടെറിബിൾ തിങ്. ദൈവം ഏൽപ്പിച്ച പണി എന്താ? പ്രാർത്ഥനയും വാചന ശുശ്രൂഷയായിരുന്നു. ഇപ്പം എന്താ ലക്ഷ്യം? വേറൊരുത്തൻ ഇലക്ഷന് നിൽക്കാൻ പോകുക. അപ്പോൾ അവൻ ആ പാനലുകാരനെ അടിച്ച് തകർക്കണം. എവിടുന്നാ കാശ്? ഇത് ഒന്ന് ലൈവ് വിടണേ. ലൈവല്ല, പെട്ടെന്നൊന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. എവിടുന്നാ കാശ്? ദൈവജനത്തിൻ്റെ ദശാംശവും ചോരയുടെ വിലയുമാ. I know this is scathing remarks,
But I don't want to mince words because കുമ്മനാട്ടോ മണൽക്കരയൊന്നും എനിക്ക് സ്റ്റേജ് കിട്ടുകയില്ലെന്ന് എനിക്കറിയാം. അറ്റ്ലീസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ, 1 വർഷം കൂടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ, അത് മതി. ഇനഫ്. ദൈവം ഏൽപ്പിച്ച പണി വിട്ടേച്ച് നമ്മളെ ഏൽപ്പിക്കാത്ത പണിക്ക് പോകുന്ന, അത് ഉപദേശിയാലും കൊള്ളാം, വിശ്വാസിയാലും കൊള്ളാം, കള തളച്ചു വളരാൻ തുടങ്ങും. അപ്പം കള പറിക്കാൻ നേരമില്ല. പണി വേറെയാ. ഇസ്രായേലിൻ്റെ മുഴുവൻ റിസോഴ്സസും അങ്ങോട്ടങ്ങ് ചാനൽ ചെയ്തു. ദാവീദിൻ്റെ ഭാഷയിൽ പറഞ്ഞ ചത്ത അല്ലേ, ഒരു ഈച്ചയെ പോലെ ഒരുത്തനെ പുറകെ ഇസ്രായേലിൻ്റെ രാജാവ് വരികയാണല്ലോ എന്നൊരിക്കൽ പറഞ്ഞതാ. എന്നാലേലും മാനസാന്തരപ്പെടുമെന്ന് ഓർത്തു, മാനസാന്തരപ്പെട്ടില്ല. So what has become now? As soon as he mentions, ഒരു വെളിച്ചപ്പാടത്തിയോ കൊണ്ടുവരാൻ പറഞ്ഞു, ഉണ്ടെന്നേ. It seems to me so amazing that Saul's servant knew in that very night where to find a soothsayer. Isn't it amazing? ഓക്കെ, ഇല്ല, മുൻപോട്ട് പോട്ടെ. പ്രധാന മെസ്സേജിലേക്ക് വരണം. പെട്ടെന്ന് ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് 2 ആളെയും കൂട്ടിപ്പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി. വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. സ്ത്രീ അവനോട്, ശൗൽ ചെയ്തിട്ടുള്ളത് അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തു നിന്ന് ഛേദിച്ചു കളഞ്ഞു തന്നെ. ആ സ്ത്രീക്ക് പെട്ടെന്ന് എന്തോ തോന്നി, ഇതൊരു സ്റ്റിങ് ഓപ്പറേഷനാണോ, ഇതൊരു സെറ്റപ്പാണോ എന്നൊരു ഭയം തോന്നി. അന്നേരം തന്നെ തോന്നി. ശൗലിനെ ഒന്നും മനസ്സിലായില്ല. ശൗലിനെ മനസ്സിലായില്ലെങ്കിൽ പോലും പെട്ടെന്ന് എന്തോ തോന്നി. അതുകൊണ്ട് അവൾ ഇത് പറയുന്നത്, പൊക്കോ, എന്നെ കൊല്ലിപ്പാൻ നീ എൻ്റെ ജീവന് കെണിവെക്കുന്നത് എന്തിനു എന്ന് പറഞ്ഞു. നോക്കി, അതുകൊണ്ട് അവൾ പറയുന്നേ, ഇത് സ്റ്റിങ് ഓപ്പറേഷൻ ആണോ എന്നൊരു വലിയ പേടി അവളുടെ മണ്ടയ്ക്ക് വന്നു. കാരണം ആദ്യം നേരിട്ട് വെളിച്ചപ്പാടത്തികളെല്ലാം നീക്കളഞ്ഞു. ഇപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് എന്താ പറയുന്നത്, അതിന് ഈ ട്രാപ്പ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലേ, അതാണോ എന്നൊരു പേടിയാണ് അവൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവളത് പറയുന്നത്. എന്നാൽ അടുത്ത വാക്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. യഹോവയാണേ ഈ കാര്യം കൊണ്ട് നിനക്കൊരു ദോഷവും ഭവിക്കയില്ല എന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു. Even now he is so orthodox. ഇല്ലേ? കർത്താവ് എനിക്കൊരു അധികാരം തന്നോ വെക്കുക. ഭയങ്കര ഓർത്തഡോക്സാ ഇല്ലേ? വോട്ടിട്ട് അധികാരം മേടിച്ചേച്ച് പറയുന്നത് എന്നാ, കർത്താവ് തന്നു. ശൗലെന്നാ പറയുന്നേ? യഹോവയാണ് ഈ കാര്യം കൊണ്ട് നിനക്ക്, നോക്കിയേ, യഹോവ നീക്കിക്കളയാൻ പറഞ്ഞത് നീ ചെയ്താൽ ഒരു കുഴപ്പമില്ലെന്ന് ആരുടെ നാമത്തിലാ പറയുന്നേ? യഹോവയുടെ നാമത്തിൽ. എന്നോ ഓർത്തഡോക്സിയല്ലേ? എന്നോ ഭക്തിയല്ലേ? എന്നോ ഭക്തിയാ? യഹോവയുടെ നാമത്തിൽ. നോ. പ്രിയപ്പെട്ടവരെ, ഓക്കെ, ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും. അതുകൂടെ പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് അവസാനം മുൻപോട്ട് പോകണം. ഇവിടെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം ദ ക്വസ്റ്റ്യൻസ് കം തിക്ക് ആൻഡ് ഫാസ്റ്റ്. ഭയങ്കര ചോദ്യങ്ങളാണ്. എനിക്ക് അത് ഡീൽ ചെയ്യാൻ ഇന്ന് സമയമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുമില്ല. എങ്കിലും പ്രധാനപ്പെട്ട 3 കാര്യം ഈ ടെക്സ്റ്റിൽ നിന്ന് ഞാൻ പറയാം. ഒന്ന്, ഇവിടെ ഈ നടക്കുന്ന കാര്യം തീർച്ചയായിട്ടും ഈവിളാണ്. ഇത് ദൈവം ഫോർബിഡ് ചെയ്തൊരു കാര്യമാണ്. അതൊന്നാമത്തെ വിഷയം. അത് വളരെ വ്യക്തമാണ്. കാരണം യെശയ്യാവിൻ്റെ പ്രവചനം 8:19-20, ആവർത്തനം 18:9-22 വരെ ഈ വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, മരിച്ചവരോട് ഡീല് ചെയ്യുന്നത്
ഈവിളാണ് ദൈവം ഫോർബിഡ് ചെയ്തത്. അതുമാത്രമല്ല, ശൗല് അങ്ങനെയുള്ളവരെ മാറ്റിക്കളഞ്ഞു. എന്നാൽ രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ ഒബ്സർവേഷൻ, ഈ ടെക്സ്റ്റ് നമ്മൾ വായിച്ചാൽ, ഇനിയും നമുക്ക് വായിക്കാൻ നേരമില്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോളാം. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ശമൂവേൽ ശമൂവേൽ ശമൂവേൽ. അതിൽ കൂടുതൽ നമ്മൾക്ക് ഒന്നും അവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ ക്യൂരിയോസിറ്റിക്ക് ഒരു ഉത്തരവും അവിടെ തരുന്നില്ല. ഇത് ഭൂതമാണോ അതോ ശമൂവേൽ തന്നെയാണോ, ഇതിനൊന്നും ഒരു ഉത്തരവും അവിടെ തരുന്നില്ല. ടെക്സ്റ്റ് പറയുന്നത് ശമൂവേൽ 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 അത്രേ പറയുന്നുള്ളൂ. ഒരു പക്ഷേ എൻ്റെ ഒരു ചിന്തയാണ്, നിങ്ങൾ ഇത് ഭൂതമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അല്ല അത് ശമൂവേലാണെന്ന് ചിന്തിക്കുന്നു. അതെന്തുവാട്ടെ, എൻ്റെ ഒരു ചിന്ത ഒരു പക്ഷേ, കാരണം ഇവിടെ പിശാചിന് ഇതിനകത്ത് വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല, ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജും ഇല്ല. കാരണം പിന്നെ പറയാൻ പോകുന്ന കാര്യത്തിലൊന്നും ഒരു അഡ്വാൻറ്റേജും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായി, ദൈവം എക്സെപ്ഷണലി അനുവദിച്ച ഒരു കാര്യമായി അതിനെ ചിന്തിക്കുന്നവരുണ്ട്. ആ ടെക്സ്റ്റ് വായിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് അറിയില്ല, ഇഗ്നോറൻ്റാണ് ഞാൻ. പക്ഷേ ആ ടെക്സ്റ്റ് നമ്മൾ വായിച്ചു നോക്കിയാൽ ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ട് അതിനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എൻ്റെ വാക്കുകൾ ആരും മിസ്കോട്ട് ചെയ്യല്ലേ? ഓക്കെ. അതിൻ്റെ കാരണം എന്നാ? അതിൻ്റെ കാരണം പിന്നീട് ഒരു ഇൻസ്റ്റൻസിൽ ദൈവം മരിച്ചുപോയ 2 പേരെ കൊണ്ടുവരുന്ന സംഭവം നമ്മൾ മറുരൂപ വലയിൽ വായിക്കുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ സന്ദേശം നമുക്ക് തരാൻ വേണ്ടി, അതിൻ്റെ ഗൗരവം നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പക്ഷേ ദൈവം അനുവദിച്ചതാകാം. ഇനി അല്ല, നേരെ മറിച്ചൊരു ചിന്തയാണെങ്കിൽ അതെന്തുവാട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇത്രയും ഞാൻ ആ ടെക്സ്റ്റിൽ നിന്നൊന്ന് ഒബ്സർവ് ചെയ്തതേ ഉള്ളൂ. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഒന്നാമതായിട്ട് 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാം, വാട്ട് വി ലേൺ ഫ്രം ദ ടെക്സ്റ്റ്. ഒന്നാമതായിട്ട്, the most hopeless misery in all of life is to be abandoned by God. ജീവിതത്തിലെ ഏറ്റവും വലിയ മിസറി, ദുരവസ്ഥയെന്ന് പറയുന്നത് ദൈവം ഒരു മനുഷ്യനെ കൈവിടുന്നതാണ്. അതിൽ പരമൊരു ദുരവസ്ഥ ഒരു മനുഷ്യന് സംഭവിക്കാനില്ല. രോഗം വരട്ടെ, ദുഃഖം വരട്ടെ, ഏത് ഉപദ്രവം വരട്ടെ, എന്തും വരട്ടെ, അതൊന്നും അൾട്ടിമേറ്റ്ലി മനുഷ്യനെ, ഒരു ദൈവപൈതലിനെ ബാധിക്കാൻ പോകുന്നില്ല. എന്നാൽ ദൈവം കൈവിട്ടാൽ ദാറ്റ് ഈസ് ഏറ്റവും വലിയ മിസറിയാണത്. അതാ വലിയ മിസറി. നോക്കിക്കേ, ആ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 15-ാം വാക്യം. ശമൂവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്തു എന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. God has nothing to tell him. God abandoned me. നമ്മൾ ആ അവസ്ഥയൊന്ന് ചിന്തിക്കണം. ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. This is one of the saddest moments in all scriptures. One of the saddest moments. ദൈവം. പിന്നെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ കാരണം നീ കേൾക്കാഞ്ഞതുകൊണ്ടാണ്. നീ കേൾക്കാഞ്ഞ, യു ഡിഡ് നോട്ട് ലിസൺ ഫസ്റ്റ്. ഓക്കെ, യു ഡിഡ് നോട്ട് ലിസൺ. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സമയം തരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകട്ടെ. 15-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യം, 23-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. Verse 23.
15:23. First മത്സര Samuel. ആഭിചാര ദോഷം പോലെയും ആ. ഷാഢ്യം മിഥ്യാഭ്യൂജയും ആ. വിഗ്രഹാരാധനയും പോലെയും ഒന്ന് ആകുന്നു. ശ്രദ്ധിച്ചേ. നമ്മൾ പറയും വെളിച്ചപ്പാടത്തിയെ അടുക്ക് പോകുന്ന വലിയ വിഷയമാണ്. ശൗലെന്ത് ചെയ്തു? വെളിച്ചപ്പാടത്തികളെയൊക്കെ മാറ്റി. ഇതിനു മുമ്പാകട്ടോ, വെളിച്ചപ്പാടത്തികളെല്ലാം കൊന്നു, എല്ലാം ചെയ്തു. അപ്പോൾ ശൗല് കോളറൊക്കെ പിടിച്ച് ഞാൻ വലിയ കാര്യമൊക്കെ ചെയ്തു എന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷെ ശമൂവേൽ പറയുന്നത് കേട്ടോ, മത്സരം ആഭിചാര ദോഷം നീ വെളിച്ചപ്പാടത്തികളെയും ആഭിചാരക്കാരത്തികളെയും മാറ്റിയില്ലേ, അതിന് തുല്യമാ ഇപ്പം നിൻ്റെ മനോഭാവം എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, the text is not very gentle, but the message is clear. If you despise God's word, He will take it from you. Despise God's word, you will not have God's word. ദൈവവചനം ഡിസ്പൈസ് ചെയ്യുക. എങ്ങനെയാണ് ഡിസ്പൈസ് ചെയ്യുന്നത്? We don't want to obey. We do not want to obey. That is despising. And if we despise, if a person despises the word, he will no longer hear God's word. If a church despises the word, the church will not have God's word. പ്രിയപ്പെട്ടവരെ, this is very serious. And I look around and I see ശമൂവേലിന്റെ കാലത്തുള്ള പോലെ യഹോവയുടെ വചനം ദുർലഭമാ. പാട്ടുണ്ട്, ചാട്ടമുണ്ട്, ആട്ടമുണ്ട്, ലൈറ്റുകളുണ്ട്, എല്ലാമുണ്ട്. പിന്നെന്തുകൊണ്ട് ഒരിടത്ത് ചെന്നപ്പോൾ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പുക എന്താ ഇല്ലാത്തത്? വചനമില്ല. നമ്മൾ അവിടെ എന്നോ പരിപാടിയാണെന്നറിയാം ഉണ്ടല്ലോ. ഡു യു ഹിയർ ഗോഡ്സ് വേർഡ്? അറ്റ് ദ മോസ്റ്റ് വാട്ട് യു ഹിയർ, നീ 10 വെക്ക് 5000 കിട്ടും. അതിലേ കേൾക്കുന്നത് വേണ്ടത് കിട്ടും. ഏതിൻ്റെ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നോ അതിന് ദൈവം വിടും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭാഗത്ത് വാട്ട് ഈസ് വർസ് ദാൻ ദിസ്? ദ വർസ് തിങ് ഈസ് ഹി cannot repent now. That is the worst part. ഇപ്പോഴത്തെ വിഷയം എന്നാ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ കോൺട്രാവേഴ്സി അല്ല നമ്മുടെ വിഷയം, മെസ്സേജ് നമ്മൾ കേൾക്കണം. ഇപ്പോഴത്തെ വിഷയം എന്നാ? റിപ്പൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ ദൈവമേ, ശൗൽ അവിടെ നെടുമ്പാട് വീണൊന്ന് കരഞ്ഞെങ്കിൽ. ബട്ട് ഐ ഡോണ്ട് സീ ദാറ്റ്. Because I love this person. Just as I love David, I love this character also of the Bible. And my feeling is, as I read it, if only he could break down and cry aloud, Yahweh, it is enough. Let me die, no problem, but forgive my sins. We don't see that. So what is worse? The worst part is God abandons him. And even more worse, now he finds himself in a situation he is no longer able to repent. ദൈവസഭയോട് എനിക്ക് പറയാനുള്ളത്, you want to cry out to God, but you are unable. That is such a terrible thing. And I want to cry out. I am unable to do that.
no tears. Such a terrible situation. Okay. രണ്ടാമത്തെ വിഷയം, ഭയങ്കര ഡെസ്പറേറ്റാ, പക്ഷേ മിസ്ഡിറക്റ്റഡ് ഡെസ്പറേഷൻ. എന്താ ഇവിടെ 16-ാം വാക്യം ഒന്ന് വായിച്ചു. ഒരു ഹിന്റ് അവിടെ ഉണ്ട്. അതിന് ശമൂവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? നോക്കുക, ഇവിടെ ഒരു ഹിന്റ് അവിടെ നൽകുന്നുണ്ട്. എന്താ? If you read into that word, if anything, Saul's quest should have been to face Yahweh and not to seek Samuel. മരിച്ചുപോയ സാമുവേലിനെ അല്ലായിരുന്നു അന്വേഷിക്കേണ്ടത്. അതല്ലേ സാമുവേൽ പറയുന്നത്? ദൈവം നിന്നെ വിട്ടുമാറിയിരിക്കെ നീ എന്നെ എന്തിനാണ്? You shouldn't have sought me. That is the meaning. ഇനി ഒരു വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിച്ച സമയം പോകുന്നു. 2 Chronicles 10:13 and 14. 2 Chronicles 10:13 and 14. പെട്ടെന്ന് 2 Chronicles 2 ദിനവൃത്താന്തം 10:13-14. എന്നാൽ അല്ലല്ല 2 Chronicles 10:13 and 14. എന്നാൽ രാജാവ് അവരോട് കഠിനമായിട്ട് ഉത്തരം പറഞ്ഞു. 2 Chronicles അതാണോ അത്? സോറി, 1 Chronicles. സോറി, ഐ എം സോറി. എനിക്ക് തെറ്റുപറ്റി, ദയവായിട്ട്. 1 Chronicles ആണ്. 1 Chronicles, നോട്ട് 2. വായിച്ചു. ശ്രദ്ധിച്ചേ, ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമ ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ച്. അപ്പോൾ പ്രശ്നം എന്താ? സാമുവേൽ പറയുന്നത് എന്നറിയോ? യഹോവ നിന്നെ വിട്ടുമാറിയിരിക്കുന്നു, നീ എന്നെ എന്തിനാ? ദാറ്റ് ഈസ് എ ഗ്രേവ് തിങ്. പ്രിയപ്പെട്ടവരെ, വാട്ട് വി ഹാവ് ടു ഡു വെൻ ഗോഡ് ഈസ് സൈലൻറ്റ്. ഓക്കെ, ശൗലിൻ്റെ കേസിൽ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, അത് ഭയാനകമാകുന്നൊരു അനുഭവം. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുമോ? ഒരു വേദഭാഗം പെട്ടെന്ന് ഒന്ന് വായിച്ചിട്ട്, ഐസയ്യാ 50, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചാൽ ഐസയ്യാ 50, 10 and 11. ഐസയ്യാ 50, 10 and 11. 50. തനിക്ക് പ്രകാശമില്ലാതെ നോക്ക, even when, if a person who really fears God and he listens to God's servants, even when you do not have light, അപ്പോൾ അത് സംഭവിക്കും. ആരാ? യഹോവയുടെ വാക്ക് കേട്ട്, ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും യഹോവയെ ഭയപ്പെടുകയും ചെയ്താലും ചില സന്ദർഭങ്ങളിൽ എന്തോ വരും? പ്രകാശമില്ല. അങ്ങനെ വന്നാൽ, അങ്ങനെ അന്ധകാരത്തിൽ നടന്നാൽ അവൻ എന്നാ ചെയ്യേണ്ടത്? അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ഓക്കെ. ഇവൻ യഹോവയുടെ വാക്ക് കേൾക്കുന്നവനാ, യഹോവയെ ഭയപ്പെടുന്നവനാ. അവൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ എന്തോ ഉണ്ടാകും? നിങ്ങൾ പറ. അന്ധകാരം വരും. അങ്ങനെ വന്നാലും അവൻ എന്തോ ചെയ്തോണം? യഹോവയിൽ ആശ്രയിച്ചോണം, വേറെ എങ്ങോട്ടും പോകില്ലെന്ന്. ഓക്കെ. എന്നാൽ വേറെ ഒരു കൂട്ടരുണ്ട്, 11-ാം വാക്യം. വേറൊരു കൂട്ടർ പറയും, ഇരുട്ടല്ലേ, ഞാൻ കത്തിച്ചേക്കാം തീ അല്ലേ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാത്തത്. 2 കൂട്ടരാ. യഹോവയുടെ ദാസന്റെ വാക്ക് കേൾക്കുന്നു, യഹോവയെ ഭയപ്പെടുന്നു. അവൻ അന്ധകാരം വന്നാൽ, നീതിയും നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 13-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. ഇപ്പോൾ വായിക്കാൻ സമയമില്ല. 13-ാം സങ്കീർത്തനം വായിക്കണം. 1-ാം വാക്യം ഒന്ന് വായിച്ചു. 1-ാം വാക്യം മാത്രം. യഹോവയെ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? യഹോവയെ നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. ഓക്കെ,
നീ പക്ഷെങ്കിൽ ആ 13-ാം സങ്കീർത്തനം മുഴുവൻ വായിച്ചു നോക്ക്. ഉടനെ എന്നാൽ നമുക്ക് ആഴ്ചഫലം നോക്കിയേക്കാമെന്നും പറഞ്ഞു പോകാമെന്നോ, അല്ല ഏതാണ്ട് അവിടെ ഒരു കെടികെട്ടിയ പ്രവാചകനുണ്ട്, അങ്ങോട്ട് പോയേക്കാം. നോ. എന്താ ചെയ്യുന്നത്? 13-ാം സങ്കീർത്തനം വീട്ടിൽ പോയി വായിര്, സമയമില്ല. 88-ാം സങ്കീർത്തനം വായിച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നേ, അതിനകത്ത് മുഴുവൻ കരച്ചില്ല, ഒരു റിസൊല്യൂഷനും ഇല്ല. പക്ഷെങ്കിൽ ഈ ഭക്തന്മാരൊന്നും ട്രൂലി, ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, അതാ ഏറ്റവും ഒരു വാക്യം ഞാനങ്ങ് പറയാം, ഞാൻ റെഫറൻസ് അങ്ങ് പറയാം, നിങ്ങൾ കുറിച്ചെടുത്തു. യോഹന്നാന്റെ സുവിശേഷം 6:67 തൊട്ട് 68 വായിച്ചാൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? വേണേ പൊക്കോന്നേ, വരണമെന്ന് വലിയ ആവശ്യമൊന്നുമില്ല. മറുപടി എന്നാന്നറിയോ? എന്നാൽ പിന്നെ നമ്മൾ എന്തിനാ, നമുക്ക് നമ്മുടെ വഴിക്ക്. നോ. ശിമോൻ പത്രോസ് എന്നാ പറഞ്ഞെന്നറിയോ? കർത്താവേ, ഞങ്ങൾ എങ്ങോട്ട് പോകും? That is the evidence of a child of God. Even if you do not have a word, you still want to cling on to God. You do not have a message, but I don't want to leave you, Lord. ശൗലിനെ പോലെ വേറൊരുത്തൻ, ഞാൻ 1 ശമൂവേൽ 28:25 വാക്യം ലാസ്റ്റ് പാട്ടൊന്ന് വായിച്ചേ. അവൾ അത് ശൗലിന്റെയും ഭൃത്യന്മാരുടെയും മുമ്പ് വെച്ചു. ലാസ്റ്റ് പാട്ട് വായിച്ചാൽ അത് സമയമില്ല. രാത്രിയിൽ തന്നെ പോയി. രാത്രിയിൽ പോയി. He went into the night. ഞാൻ ലേൺ ചെയ്ത ഒരു കാര്യമുണ്ട്. when God's Holy Spirit references some time references, it is so important. Time references വളരെ ഇമ്പോർട്ടൻ്റാണ്. രാത്രിയിൽ പോയി. He went into darkness and never returned. John 13:30, 13:30, യോഹന്നാൻ 13:30 ഒന്ന് വായിച്ചു. 13:30 പെട്ടെന്ന് കണ്ണം വാങ്ങിയ ഉടനെ എഴുന്നേറ്റ് പോയി. അപ്പോൾ എന്തിനാ യോഹന്നാൻ അത് രേഖപ്പെടുത്തി? അപ്പോൾ ആൻഡ് ഇറ്റ് വാസ് നൈറ്റ്. അവിടെ വലിയൊരു മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്. He went into that dark night and never returned. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കൊയർ മെമ്പേഴ്സ് ദയവായിട്ട് മുൻപോട്ട് വരിക. ഞാനിവിടെ മനസ്സിലാക്കുന്നൊരു കാര്യം, എന്തിനാ ഈ അള്ളപ്പാടൊക്കെ കൊടുത്തത്? ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എൻ്റെ ഒപ്പം ചിന്തിക്കണേ, ഡിസ്ട്രാക്ട് ചെയ്യണ്ട, പ്രധാനപ്പെട്ട വിഷയമാണ്. അവർ വന്നോളും. ലുക്ക് അറ്റ് മീ. ഇനി ശൗലിനെ അവിടെ മാറ്റിവെക്കുക. നമ്മളോട് പറയുക 24 മണിക്കൂറുണ്ട് ജീവിക്കാൻ. നമ്മളെന്തോ ചെയ്യും? നമ്മുടെ കാര്യം അങ്ങെടുത്തു. 24 മണിക്കൂറുണ്ട് ജീവിക്കാൻ. നമ്മളെന്തോ ചെയ്യും? ഞാൻ എന്തോ ചെയ്യുമെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. ഞാൻ പറയും, കർത്താവേ, എനിക്കൊന്നും വേണ്ട, എനിക്ക് അങ്ങയുടെ മുഖം കണ്ടാൽ മതി, ഒന്നും വേണ്ട. ലെറ്റ് മീ സീ യുവർ ഫേസ്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ശൗൽ അത് ചെയ്തില്ല. ദൈവവചനം നമ്മൾ എന്തിനാ കേൾക്കുന്നത്? വൈ ഡു വി ലിസൺ ടു ഗോഡ്സ് വേർഡ്? കൊള്ളാരുന്നെന്ന് പറയാൻ വേണ്ടിയാണോ? അല്ല. ലോർഡ്, നമ്മൾ മരിക്കുവേ, ഇന്ന് വൈകിട്ട് തന്നെ പോകുമെന്ന് അറിയത്തില്ല. പേടിക്കണ്ട. പേടിച്ചിട്ട് കാര്യമില്ല, വരാനുള്ള വഴി തങ്ങുകയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, think either we have to go or perhaps the trumpet will sound.